مقبولة تمحو بها عني عظيم خطائي هم أهل بدر لا يضام محبهم فبحقهم اقبل جميع دعائي. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരാണ്. ആൾക്കാർ. ഈ 10 ആൾക്കാർക്ക് സ്വർഗം ഉണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരോട്ടൊന്നല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എത്ര പ്രാവശ്യം പറഞ്ഞത്? ഒരിക്കൽ മുസ്തഫ നബി തങ്ങൾ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബ, സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ 8ഉം കൂടി ആർക്കേലും തുറക്കു ചോദിച്ചു. ആന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മൂപ്പര കാര്യത്തിലാണ് പേടി ഉണ്ടായത്. ആ വർത്താനൊക്കെ നമ്മളോടാ പറഞ്ഞേക്കണേ വെച്ചാൽ എന്തേക്കാര അവസ്ഥ? നമ്മളാണ് ഇപ്പൊ മിറാജിന് പോയി വന്നതെന്ന് വിചാരിച്ചു നോക്കാണ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയത് ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. 20 കൊല്ലം മുമ്പ് പോയതാണ് ഹജ്ജിന്. ഇപ്പോഴും വർത്താനം തുടങ്ങിയാല് അബൂജാലിന്റെ കക്കൂസിന്റെ അവിടെ നിന്നാണ് തുടങ്ങുന്ന വർത്താനം. ഉമ്മറൊക്കെ വന്നപ്പോ ഒരു പാകിസ്ഥാനി ഒരു പോലീസുകാരനോട് അബൂജാലിന്റെ കക്കൂസ് ചോദിക്കുന്നുണ്ട്. ഓർക്ക് എന്താ അബൂജാലിന്റെ കക്കൂസ്? അപ്പൊ അങ്ങനെ എന്തായാലും ആട്ടെ. ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവത്തിൽ ഏറ്റവും മനസ്സ് തട്ടിയൊരു സംഭവം ഉണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കണ്ടു. മദീനയിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു തോട്ടമുണ്ട്, ഒരു ഈത്തപ്പനത്തോട്ടം. മൂപ്പരെ പേരിലുള്ള തോട്ടാണ് എന്നേ ഉള്ളൂ. ആ ഈത്തപ്പന ഉണ്ടാവില്ല, കാരണം ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷ കാലാവധി ഉള്ളൂ എന്നാണ്. സൽമാൻ ഫാരിസി പേർഷ്യക്കാരനായ അടിമയാണ്. ലോക ചരിത്രത്തിലെ വിപ്ലവം സൃഷ്ടിച്ചത് 2 അടിമകളാണ്. ഒന്നൊരു കറുത്തടിമയും ഒന്നൊരു വെളുത്തടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു. അപ്പൊ സൽമാൻ ഫാരിസി പേർഷ്യയിൽ നിന്ന് പ്രഭു കുടുംബാണ്, രാജകുടുംബാണ്. അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് വരികയാണ്. അവിടെ പേർഷ്യക്കാര് തീ ആരാധിക്കുന്ന ആൾക്കാരാണ്, അഗ്നി ആരാധകരാണ്. അപ്പൊ സൽമാൻ അതിൽ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ രാജാവ് അതറിഞ്ഞു, ജയിലിലടച്ചു. അങ്ങനെ മോചിതനായി. ദീർഘമായ താരീഖാണ്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോ വഴിയില് അടിമയായി. കുറെ പുരോഹിതന്മാരെ കണ്ടു, അവരെന്നൊക്കെ പഠിച്ചു. അങ്ങനെ പോന്ന് കുറെ കാലം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 200 വർഷം കുറെ കാലം ജീവിച്ച് അതിന്റെ ഇടയിൽ അടിമയായി. അങ്ങനെ അടിമയായിട്ടാണ് മദീനയിൽ വരുന്നത്. മദീനയിൽ വരുമ്പോ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലെ അടിമയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം മുൻകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച 3 അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ഭക്ഷിക്കുകയില്ല. നബി തങ്ങൾ സ്വതക്ക തിന്നുമായിരുന്നില്ല, ഹദിയ തിന്നും. 1 സ്വതക്ക ഭക്ഷിക്കൂല, 2 ഹദിയ ഭക്ഷിക്കും. ഇതാണ് 2 തെളിവ്. അമ്പിയാക്കൾ ആരും സ്വതക്ക കഴിക്കൂല, ഒറ്റ നബിമാരും ഇല്ല. എല്ലാവരും ഹദിയ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ്. ബഹുമാനാർത്ഥം നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയാ. ആവശ്യം കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചോ നൽകുന്നതാണ് സ്വതക്ക. സ്വതക്കൊക്കെ വേണമെങ്കിൽ ഹദിയാക്കാൻ പറ്റും. എങ്ങനെ? എനിക്ക് ഇതിന് നമ്മളെ വക എനിക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞതിന് വേറെ ഇതിന്റെ വക എനിക്ക് ഹദിയാണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതാണ് നിബന്ധന. അതായത് ഒരു 100 റുപ്യ ഹദിയ കൊടുക്കുക, സ്റ്റേജിമ കയറ്റിയിട്ട് എന്നാ എനിക്ക് നമ്മളൊക്കെ 100 റുപ്യ ഹദിയ എന്ന് പറഞ്ഞാൽ ഹദിയാവൂല. എന്തേ? വാങ്ങണോന് പിന്നെ വല്ല അഭിമാനം ഉണ്ടാവുമോ? 100 റുപ്യ സ്റ്റേജിമ. അതൊക്കെ നമ്മളെ പരിപാടി. 5 കിലോ വരി നിർത്തും. അങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ, ഇങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ. ചിലപ്പം വേണ്ടി വരും കേട്ടോ, അനിവാര്യതയെ ഞാൻ നിഷേധിക്കുന്നില്ല. അടുത്ത കൊല്ലം നടക്കണമെങ്കിൽ
ഫോട്ടോക്ക് വേണ്ടി വരും, അനിവാര്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളി, സംഗതി ഇതാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ. വേണ്ടാന്നീ പറഞ്ഞതിന് അർത്ഥമില്ല, അങ്ങനെ ചെയ്താലേ അടുത്ത കൊല്ലം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സംഭവം ഇതാണ്, പിന്നെ ഹദിയ, സ്വതക്കയും ഹദിയും അവിടെയാണ് വേർതിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് ചുറ്റി മടക്കിയിട്ട് ആരും കാണാതെ നമ്മളോ അതൊരു ഹദിയാണ് അവിടെ വെച്ചാൽ എന്ന് പറഞ്ഞാൽ, അതേ സമയത്ത് പരസ്യമായി കൊടുക്കേണ്ട ചില സാധനം ഉണ്ടാവും. +2 പരീക്ഷയിൽ ഫുള്ള് A+ കിട്ടി, 100 റുപ്യ ചുറ്റി മടക്കി നമ്മളോ അതൊരു ഹദിയ എന്ന് പറയാൻ പറ്റില്ല. അതെന്ത് വേണം? നല്ലൊരു സാധനമൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റേജിമൊക്കെ കയറ്റിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം, എന്നാലേ ഹദിയാവുള്ളൂ. സമ്മാനം, അതാണ് ഹദിയ. അത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് സ്റ്റേജിമേ കയറിയിട്ട് 4 ആളെ കാണിച്ചിട്ട് തന്നെ കൊടുക്കണം. അതേ സമയത്ത് ഒരു 500 റുപ്യ കൊടുക്കുന്നത് ഇങ്ങനെ 4 ആളെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പൊ വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഹദിയയായി, വാങ്ങുന്നവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വതക്കയാവും. അതാണ് വ്യത്യാസം. ഇപ്പൊ രണ്ടും ആക്കാൻ പറ്റും. കൊടുക്കുമ്പോ അവനാ ഒന്ന് ചെറിയൊരു ശ്രദ്ധ വെച്ചാല് സ്വതക്കയേക്കാൾ എത്രയോ കൂലിയുള്ളതാണ് ഹദിയക്ക്. ഇനി ഹദിയേക്കാൾ കൂലിയുള്ള വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇന്നാളൊരാൾ ചോദിച്ചു എന്നോട്, ഹദിയേക്കാൾ കൂലിയുള്ള ഉണ്ടോന്നുണ്ട്. ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. എന്താ കാരണം? കടം എന്നത് അഭിമാനമുള്ള മനുഷ്യനുള്ള സഹായമാണ്. അഭിമാനമില്ലാത്ത ആളെന്താ ചോദിക്കുക? 1000 റുപ്യ തരുമോന്നാ ചോദിക്കുക. അഭിമാനമുള്ള ആളെന്താ ചോദിക്കുക? 1000 റുപ്യ കടം തരുമോ, ഞാൻ നാളെ തരാമെന്നാണ്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. ഇനി കടം കൊടുക്കണേനേക്കാൾ കൂലിയുള്ള വേറൊരു കാര്യം കേട്ടോ. കടം കൊടുത്തത് തിരിച്ചു തരാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾക്ക് വന്നാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ കൂലിയാണ്. അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കും? മാശ്രയെ കണ്ട് വരട്ടെ, അവിടുന്ന് വാങ്ങാന്ന് വിചാരിക്കും. അവിടെ എന്താ വല്ല സ്ഥലക്കച്ചവടം എന്തോ ഉണ്ടല്ലോ മാശ്രയിൽ, അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട് ആ കൂലിയേറ്റാണ് പോവുകയാണെങ്കിൽ സ്വർഗത്തേക്കാണ് പോവാം. എന്നിട്ട് അത് അവിടുന്ന് വാങ്ങാൻ നടക്കുക. തരക്കടില്ല, ഓൻ തരാൻ ഉണ്ടായിട്ട് തരാവുകയാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവം ഉണ്ടാകുക. അധികം പൊളിഞ്ഞു പോകുന്നത് ഇക്കാരം. തരാൻ കഴിയൂല, ഒരു നിലക്കും കഴിയൂല എന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട് ആ കൂലി പടച്ചോണ്ടിരുന്ന് വാങ്ങിക്കൂടെ നമുക്ക്. അപ്പം ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. കടം കൊടുക്കണേനേക്കാൾ കൂലി കിട്ടും അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേന്. അങ്ങനെയാണ് സംഗതി. ഈ ഫർദിനേക്കാൾ കൂലിയുള്ള ഒരുപാട് സുന്നത്തുണ്ട്. സക്കാത്തിനേക്കാൾ കൂലിയുള്ളതാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. അതേ സമയത്ത് സക്കാത്ത് ഫർദാണ്, ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാവും. ഹദിയ കൊടുത്തില്ലെങ്കിൽ ഹറാമാവില്ല, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമാവും. അതേ സമയത്ത് ഫളായിൽ കൂട്ടി നോക്കിയാലോ സക്കാത്തിനേക്കാൾ ഫളായിലുണ്ട് ഹദിയ കൊടുക്കണേന്. അങ്ങനെയാണ്. സലാം മടക്കൽ നിർബന്ധമാണ്, സലാം പറയൽ സുന്നത്താണ്. നിർബന്ധത്തെക്കാൾ കൂലിയുണ്ട് അവിടുത്തെ സുന്നത്തായ പറയലിന്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. അപ്പോ എങ്ങനെ തിരിച്ചു ചോദിച്ചാല് ഗിഫ്റ്റ് അല്ല എന്ന് ഉറപ്പല്ലേ? അതിന് വേറെ പേരിടേണ്ടി വരും. തിരിച്ചു ചോദിച്ചാൽ ഗിഫ്റ്റ് അല്ല എന്ന് ഉറപ്പാ. കൊടുത്തത് ഗിഫ്റ്റ് അല്ല, അത് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടമാണ്. ശരിക്ക് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടം ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി അല്ലെങ്കിൽ നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന സ്വതക്കയും ഉണ്ട് കേട്ടോ. സ്വതക്കയുണ്ട്, അങ്ങനെ നിബന്ധനയോടുകൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടേ പരിഗണിക്കുള്ളൂ. ഹദിയ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. ഗിഫ്റ്റ് ആവണമെങ്കിൽ അത് അങ്ങനെ തന്നെ, അത് കയ്യൊഴിഞ്ഞ് കൊടുക്കൽ തന്നെയാണ് എന്നോർക്കാം. എന്തായാലും ആവട്ടെ. ഓന്റെ ഭാര്യക്ക് തന്നെ അല്ലേ? ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹദിയയാണല്ലോ. അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഹിക്മത്താണ്. സ്വതക്ക, ഹിബത്ത്, ഹദിയ, ആരിയത്ത്, ഖറള്, ഇനി വേറെ ഉണ്ട് ഇർസ്, ഗനീമത്ത്, ഫൈഅ്, ഇങ്ങനെ കുറേ സാധനം ഉണ്ട് വെറുതെ കിട്ടണ മുതല്. ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. ഇതിൽ തീരെ ബറക്കത്തില്ലാത്ത മുതല് സക്കാത്താണ്. ആ സമയത്ത് നിർബന്ധമാണ് കൊടുക്കല്. നിർബന്ധമായ ദാനമാണ്. കൊടുക്കല നിർബന്ധമാണ്, വാങ്ങലല്ല നിർബന്ധം.
ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട്. വാങ്ങൽ നിർബന്ധമല്ല, സക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത്. പടച്ചോനെ സക്കാത്ത് വാങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം ബറക്കത്തുള്ള മുതലല്ല, അതുകൊണ്ടാണ് സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത്. ബറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും? തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയല്ലോ. ബറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇതിന്റെ നേരെ മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയുന്നത്. സക്കാത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടു മേലെ സ്വതക്കയാണ്. ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം. അതിന്റെ മേലെയാണ് ഹിബത്ത്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന. സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത്. സംഭാവന, പള്ളിക്ക് സംഭാവന, മദ്രസ എന്ന നല്ല വിചാരം, ആഖിറത്തിൽ കിട്ടണമെന്ന വിചാരം, അതാണ് നല്ല വിചാരം. സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം. മക്കൾ ഹിബത്താണ്. മക്കൾ സക്കാത്തല്ല, മക്കൾ സ്വതക്കയല്ല, മക്കൾ ഹദിയയുമല്ല. മക്കൾ ഏതാണ്? ഹിബത്താണ്. നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതാണ്. എവിടെയുണ്ട്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. സംഭാവന എന്ന് പറഞ്ഞാല് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. പള്ളിയുടെ മൂത്രപ്പര പൊളിച്ചു പണിയെടുക്കുകയാണ്. അപ്പൊ ഒരാചാര്യടുത്ത് നമ്മള് പിരിവിന് ചെന്നു, പള്ളിന്റെ മൂത്രപ്പര പൊളിച്ചു നേരാക്കുകയാണ്. അയാള് പറഞ്ഞു, ഒരു 50 ലക്ഷം ഉറുപ്പ്യന്റെ വകൻ തരാന്ന് പറഞ്ഞാല് എന്തേ ഇപ്പൊ പറ്റിയത് തോന്നൂലേ? നമുക്ക് തോന്നൂലേ? പള്ളിയുടെ അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണ്. അപ്പൊ ഒരു 50 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരാന്ന് പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാണിച്ചിട്ട് തന്നെയാണ്. ഇതെന്താ സംഭവം എന്നറിയങ്ങള്? എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ? മക്കളെ പറഞ്ഞിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടുക? മക്കൾ സംഭാവനയാണ്, ഭാര്യയും സംഭാവനയാണ്, അപ്പൊ ഭർത്താവും സംഭാവനയാണ്. അതെന്താ വെച്ചാല് ഈ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അറബി പ്രയോഗത്തില് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്ത് പുരുഷനെ മുന്തിച്ചാണ് പറയാ. അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞോടത്ത് പെണ്ണുണ്ടാവും. നാളിപ്പോ ഞാനൊരു നിക്കാഹിന് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ റഹിമല്ലാഹു മൻ ഗസ്സല വഗ്തസല, കുളിച്ചവനും കുളിപ്പിക്കുന്നവനും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാല് ജിമാ ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ കഴിച്ചിട്ട് പോകുമ്പോ ഒരാൾ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു, ജിമായി ചെയ്തോൾക്കോന്ന് ചോദിച്ചു. അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആണും പെണ്ണുള്ളടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പെണ്ണിനും കിട്ടും, അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം. അപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ടുക. ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും, പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും. ശരിക്കും മക്കളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പ്രശ്നം കാണാൻ പറ്റും. എന്തിനായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണ നിലയിൽ തോന്നും, നമുക്ക് പ്രായമായിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആകുമ്പോ മരുന്നെടുത്തരാൻ ഒരു കുട്ടി എന്നാണെങ്കിൽ ഒരു നഴ്സ് കുട്ടിനെ കിട്ടും. പിന്നെ ആ കുട്ടിനെ ജില്ലാ കളക്ടറാക്കി നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഓൻ നഴ്സ് കുട്ടിനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് കാരണം. ഇതാണ് ഹിബത്ത്. വിശദമായി പറയേണ്ടതാണ്, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന്റെ മേലെയാണ് ഹദിയ എന്ന് പറയുന്നത്. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. വെറുതെ കൊടുക്കുന്ന മുതൽ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നതോ തിരിച്ചു വാങ്ങുന്നതോ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ആവുകയില്ല. അതേ സമയത്ത് നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന ഒരു സംഗതി ചില ഇമാമുകൾ ഫിഖിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫിഖിൽ പറഞ്ഞിട്ടുണ്ട്. കടം കൊടുക്കലല്ലാതെ നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കുഴപ്പം ഫളാഇൽ കുറവായിരിക്കും എന്നതാണ്.
അപ്പൊ ഈ പറയപ്പെട്ട ഗിഫ്റ്റ് ഹിബത്തിന്റെ ഹദിയയുടെ അർത്ഥത്തിലുള്ള ഗിഫ്റ്റ് അതല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം അങ്ങനെ ഉണ്ട്. പക്ഷെ ഹദിയ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അങ്ങനെയല്ല. അത് ഒഴിഞ്ഞു കൊടുത്ത് തന്നെയാണ്, ഒരിക്കലും മടക്കി കിട്ടുന്നതല്ല. പിന്നെ ഇനി അങ്ങനെയുള്ളതിന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും, ഒഴിഞ്ഞു കൊടുത്തതല്ലെങ്കിൽ. ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട്, ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലും പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് കച്ചവടം തുടങ്ങിയാലും എവിടേക്കും എത്തൂല എന്ന്. ഏതെങ്കിലും ഒരാളെ ഇടങ്ങേറായ മനുഷ്യന്റെ ശവത്ത് കുത്തല്ല കേട്ടോ, അല്ല ഇതിന്റെ കൂടെ പറയണ്ടേ. ഒരു വകയില്ലായിട്ട് ഓൻ പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് ഒരു പെട്ടിപ്പീട് തുടങ്ങിയതാണ്. ആ മൂല്യര് വന്നതിനാൽ പാക സ്വീപ്പായി അങ്ങനെ തോന്നണ്ടെന്നർത്ഥം. അതല്ല ഈ വർത്താനം, അതല്ല ഈ വർത്താനം എന്ന് പറഞ്ഞത്. ഇത് രണ്ടിലും ഒരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാല്, ഭാര്യയുടെ പണ്ടെടുത്തിട്ട് കച്ചവടം തുടങ്ങിയാല് പൊരുത്തപ്പെട്ട് തന്നതാണെന്ന് പറയേ ചെയ്യുള്ളൂ, പൊരുത്തപ്പെടൂല. പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്, വാപ്പ മരിച്ചിട്ട് മുതലോരിക്കുമ്പോ അടുക്കളയെന്ന് വിളിച്ചു പറയും, വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു, റോഡ് സൈഡിൽ 3 സെന്റ് അധികം ഉമ്മാക്ക് അളന്നിട്ടാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ്. പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഉണ്ട്, ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. പൊരുത്തപ്പെട്ടതിന്റെ